ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അങ്ങനെ മൈഥിലി കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പേടിയോടെ നിൽക്കുകയാണ് മാലതിയും മീനാക്ഷിയും നന്ദിനിയും. അതേസമയം കാർത്തി അങ്ങോട്ട് വരുമ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ്, അല്ല ഇതെന്താ ഡ്യൂട്ടി സമയത്ത് ഒരു വീട് സന്ദർശനം? അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയൽ എടുക്കാൻ മറന്നെന്നും അത് മുറിയിലാണ് ഉള്ളതെന്നും കാർത്തി പറയുമ്പോൾ ഇപ്പോൾ മുറിയിലേക്ക് കയറാൻ പറ്റില്ലെന്നും കുഞ്ഞുറങ്ങുകയാണെന്നും മീനാക്ഷി പറയുന്നു. എൻ്റെ മീനാക്ഷി, കുഞ്ഞിനെ ഉണർത്താതെ ഞാൻ എടുത്താൽ പോരേന്ന് കാർത്തി ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ലെന്നും ചെറിയ ശബ്ദം കേട്ട കുഞ്ഞുണരുമെന്നും മീനാക്ഷി പറയുന്നു. ഇതൊക്കെ കേട്ട് പേടിയോടിരിക്കുകയാണ് മൈഥിലിയും മാലതിയും. അതേസമയം മീനാക്ഷി പറയുകയാണ്, എനിക്കറിയാം കുഞ്ഞിനെ ഉണർത്താതെ ഫയൽ എടുത്തുകൊണ്ട് വരാനുള്ള ട്രിക്ക്. ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് മീനാക്ഷി പറയുമ്പോൾ എങ്കിൽ ശരി അങ്ങനെയാകട്ടെ എന്ന് കാർത്തിയും പറയുന്നു. തുടർന്ന് മീനാക്ഷി അകത്തേക്ക് കയറി ഫയൽ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ കാർത്തി പറയുകയാണ്, കണ്ടില്ലേ ദൈവമേ, മീനാക്ഷി ഇപ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരമ്മയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുന്നു. തുടർന്ന് മൈഥിലി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കൊള്ളാനും ആരെങ്കിലും കണ്ടാൽ നിന്നെ തല്ലിക്കൊല്ലുമെന്നും മീനാക്ഷി പറയുന്നു. അതേസമയം തന്നെയാണ് സാവിത്രി ചെമ്പകമംഗലത്തേക്ക് വരുന്നത്. അങ്ങനെ സാവിത്രിയുടെ കണ്ണു വെട്ടിച്ച് മൈഥിലിയെ വൈശാഖിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ് മാലതി. അതേസമയം ആരോ വണ്ടിയിൽ കയറി പോകുന്നത് സാവിത്രി ശ്രദ്ധിക്കുന്നു. ആരാ മാലു അതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു കൂട്ടുകാരിയാണെന്നും എന്നെ കാണാൻ വന്നതാണെന്നും മാലതി പറയുന്നു. ഏത് കൂട്ടുകാരി എന്ന് സാവിത്രി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ എനിക്ക് പല കൂട്ടുകാരികൾ കാണുമെന്നും ഞാനേ ഇവിടുത്തെ ജഗദീഷിൻ്റെ ഭാര്യ, ഇവിടുത്തെ അടുത്ത തറവാട്ടമ്മ ഞാനാണ്, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മാലതി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം തൊട്ടിലേക്ക് കിടത്തുന്നതാണ്. ACPയിൽ നിന്നും മൈഥിലി വന്ന കാര്യം മറച്ചുവെച്ചത് തെറ്റായിപ്പോയോ? ACP മൈഥിലിയെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ കൊന്നേനെ. മാത്രവുമല്ല, അവൾ എത്ര തെറ്റുകാരിയാണെങ്കിലും അവള് ഒരമ്മയല്ലേ. എന്നാലും എൻ്റെ ACPയോട് കള്ളം പറയുന്നത് എനിക്ക് സങ്കടം തന്നെയാ. എന്താണെങ്കിലും ACP ഒന്ന് വിളിച്ചേക്കാമെന്ന് പറഞ്ഞ് മീനാക്ഷി ഫോൺ എടുക്കുകയാണ്. ACP തിരക്കിലാണോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അല്ല മീനാക്ഷി, നീ കാര്യം പറയാൻ കാർത്തി പറയുന്നു. അത് പിന്നെ നിങ്ങളുടെ മീനാക്ഷി എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്നാലൊരു കാര്യം ചെയ്യാം മീനാക്ഷി, ഒരു 100 വട്ടം മീനാക്ഷി എന്ന് പറഞ്ഞ് ഞാനൊരു ഓഡിയോ മെസ്സേജ് അങ്ങോട്ടേക്ക് അയക്കാം. ഫുഡ് കഴിച്ചോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഫുഡ് കൂടി കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നീ എന്നെ ഓടിച്ചു വിട്ടില്ലേ എന്ന് കാർത്തി ചോദിക്കുന്നു. നീ എന്തൊരു ഭാര്യയാണെന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഞാനേ ഒരു ഭാര്യ മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണെന്ന് മീനാക്ഷി പറയുന്നു. സ്നേഹമുള്ള ഭർത്താവാണെങ്കിലേ നേരത്തെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് മീനാക്ഷി കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് കുഞ്ഞ് കരയുന്നത് കേട്ട് മീനാക്ഷി നോക്കും. കുഞ്ഞ് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന മീനാക്ഷി പേടിയോടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് താഴേക്ക് ചെല്ലുകയാണ്. നന്ദിനിയും രാജലക്ഷ്മി അമ്മയും മീനാക്ഷി വിളിക്കുമ്പോൾ രണ്ടുപേരും ഓടി വരുന്നു. എന്താ മോളെ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് ഛർദ്ദിച്ചെന്ന് മീനാക്ഷി പറയുന്നു. പാല് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിന് ഗ്യാസ് കയറുന്നതാണ്. കുഞ്ഞിൻ്റെ പുറമൊന്ന് തട്ടിക്കൊടുത്താൽ എല്ലാം ശരിയാകും. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ്, അത് പിന്നെ മുത്തശ്ശി ഇപ്പോൾ 1-2 പ്രാവശ്യം ഛർദ്ദിച്ചു. നമുക്ക് എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് നന്ദിനി പറയുന്നു. തുടർന്ന് രാമഭദ്രൻ മാലതിയെയും മീനാക്ഷിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തുടർന്ന് മീനാക്ഷിയുടെ ടെൻഷൻ കണ്ട് രാമഭദ്രൻ പറയുകയാണ്, മോള് വിഷമിക്കാതെ, കുഞ്ഞ് പാല് മാത്രമല്ലേ കുടിക്കുന്നത്, കുപ്പിപ്പാലിൽ പോലും വിഷം ചേർക്കുന്ന ആൾക്കാരാ ഇപ്പോഴുള്ളത്. ഇത് കേൾക്കുന്ന മീനാക്ഷി ഞെട്ടലോടെ മാലതിയെ നോക്കുകയാണ്. അതേസമയം എന്താ പറ്റിയതെന്ന് ചോദിച്ച് കാർത്തി അങ്ങോട്ടേക്ക് വരുമ്പോൾ രാമഭദ്രൻ പറയുകയാണ്, അത് പിന്നെ കുഞ്ഞ് 3-4 വട്ടം ഛർദ്ദിച്ചു. തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ എന്തു പറ്റിയതാണെന്ന് കാർത്തി ചോദിക്കുന്നു. അത് പിന്നെ കുഞ്ഞിന് കൊടുത്ത പാലിൽ എന്തെങ്കിലും മാറ്റം വന്നോ? സ്ഥിരമായി കൊടുക്കുന്ന പാലല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കുന്നത് പതിവാണ്. വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ മെഡിസിൻ എല്ലാം കൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ പറയുമ്പോൾ കാർത്തി മീനാക്ഷിയോട് പാലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന മീനാക്ഷി ഞെട്ടലോടെയും ഭയത്തോടെയും കാർത്തിയെയും മാലതിയെ നോക്കുമ്പോൾ കാർത്തിയോട് പറയരുതെന്ന് മാലതി കാണിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.